ഫൈവ് ബിസിനസ് ഐഡിയാസ് ഇൻ 2026. 2026 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. ഈ 2026 നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും സ്വപ്നമാണ് അല്ലേ. സോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മേ ബി ഈ ബിസിനസ് ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന, ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതോ ആയിട്ട് ബിസിനസ് ഐഡിയാസ് ആവാം. പക്ഷെ ഇതിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ എവിടെയെല്ലാം ഈ ബിസിനസ്സുകൾ ചെയ്യണം, ഏതെല്ലാം ലൊക്കാലിറ്റികൾ ഈ ബിസിനസ്സുകൾ ചെയ്യണം, അതാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് മേജറായിട്ട് എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എ എഗ് ഷോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് എ ജിം. അതായത് ജിമ്മിന് തൊട്ടുമുമ്പായി എഗ്ഗിന്റെ ഒരു ബിസിനസ് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം. അതായത് ജിമ്മിൽ പോകുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എഗ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്, എഗ്. അപ്പോൾ നമ്മുടെ ജിമ്മിന്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് അവൈലബിൾ ആവുന്ന സമയത്ത്, ഏറ്റവും ഈസി ആയിട്ട് എഗ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ആ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു എഗ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാണ്? എഗ് യൂസ് ചെയ്യുന്ന ആളുകളല്ലേ. അവരിലോട്ട് എന്ത് ചെയ്യാവുന്നതാണ്, തന്റെ പ്രൊഡക്റ്റിനെ എത്തിക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എഗ് ബിസിനസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ജിം. നമ്പർ 2, സ്റ്റാർട്ടിങ് എ സലൂൺ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എ ബാർബർ ഷോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് എ കാർ വാഷ്. അതായത് നമ്മളൊരു കാർ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെഹിക്കിൾസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറയുക, അല്ലെങ്കിൽ വെഹിക്കിൾ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറയുക, അവിടെ ചെന്നുള്ള സമയത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ പല ആളുകളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത്, ചിലപ്പോൾ മൊബൈൽ ഫോൺസിൽ കളിക്കും, അല്ലെങ്കിൽ ഗെയിം കളിക്കും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യും. പക്ഷെ നിങ്ങളത് ആലോചിച്ച് നോക്കൂ, നമ്മൾ കാർ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് എന്തുണ്ട്, ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. നമുക്കാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മുടെ സെൽഫിന് എന്ത് ചെയ്യണം, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആവുന്ന സമയത്ത് ആ സമയത്തെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എന്ത് ചെയ്യാം, കാർ വാഷും ചെയ്യാം, അതേ സമയത്ത് നമ്മുടെ സെൽഫായിട്ടുള്ള കെയറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന സമയത്ത് പല ആളുകളും എന്ത് ചെയ്യാനുള്ള സാധ്യത, ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഒരേ സമയത്ത് തന്നെ 2 കാര്യങ്ങൾ എന്ത് ചെയ്യും നടത്താൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സമയം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യില്ല. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് സ്റ്റാർട്ട് എ കാർ വാഷ് സെന്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഷോപ്പിംഗ് മാൾ. അതായത് ഒരു ഷോപ്പിംഗ് മാളിന് തൊട്ടടുത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കാർ വാഷ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവാറുണ്ടല്ലേ. ഈ സമയത്തെല്ലാം നമ്മുടെ കാർ വെറുതെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ. അതായത് ഒരു ഷോപ്പിംഗ് മാളിന് തൊട്ടടുത്ത് എന്തുണ്ട്, ഒരു കാർ വാഷ് സെന്റർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കാർ എന്തായാലും വാഷ് ചെയ്യണം, എന്നാൽ അതിന് വേണ്ടിയിട്ട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനും തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഷോപ്പിംഗ് മാളിലോട്ട് പോകുന്നുണ്ട്, തൊട്ടടുത്തൊരു കാർ വാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള സാധ്യത എന്താണ്, നേരെ ഷോപ്പിംഗ് മാളിലോട്ട് പോകുന്ന തൊട്ടടുത്തുള്ള കാർ വാഷിന് എന്തെങ്കിലും കാർ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പർച്ചേസിന് വേണ്ടി ഷോപ്പിംഗ് മാളിലോട്ട് പോലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ നമ്മളൊരു ഷോപ്പിംഗ് മാളിലോട്ട് പോകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് മാളുകൾക്കും ഒരു പാർക്കിംഗ് ഫീ നമ്മൾ കൊടുക്കണം അല്ലേ. ഈ പാർക്കിംഗ് ഫീനോട് കൂടെ കുറച്ച് എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് കൂടി എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് കൂടി എന്ത് കിട്ടും, നമുക്ക് കാർ വാഷിംഗ് എന്ന് പറയുന്ന പർപ്പസ് കൂടി അവിടെ നടത്താൻ പറ്റുന്നതാണ്. മാത്രമല്ല കാർ പാർക്കിങ്ങിന്റെ ഫീസിന്റെ അതിനോടുകൂടെ ജസ്റ്റ് ആഡ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ഒരേ സമയത്ത് തന്നെ 2 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നടത്താൻ പറ്റുന്നത്. അപ്പൊ ഇത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി 4മത്തതാണ് സ്റ്റാർട്ട് എ ടോയ് ബിസിനസ് നിയർ എ ചിൽഡ്രൻ ഹോസ്പിറ്റൽ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ടോയ് ബിസിനസിന്റെ ഏറ്റവും വലിയ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്ന ആരാണ്, ഡെഫിനറ്റ്ലി ചിൽഡ്രൻസ് ആണ് അല്ലെ. ഇന്ന് ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് കാണപ്പെടുന്ന ഏറ്റവും നല്ല ഏരിയ, പാർക്ക് പോലെയുള്ള ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ചിൽഡ്രൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റൽസിന് തൊട്ടടുത്ത് നിങ്ങൾ ടോയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലോട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, ഒരു ടോയ് ബിസിനസിന്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ചിൽഡ്രൻസിലോട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പിച്ച് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലോട്ട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നോക്കേണ്ട ആവശ്യമില്ല. ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റൽ, ഏറ്റവും കൂടുതൽ ആളുകൾ കാണപ്പെടുന്ന ചിൽഡ്രൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പാർക്കുകളോട് തൊട്ടടുത്ത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ടോയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി.
ദ ലാസ്റ്റ് വൺ, അഞ്ചാമത്തത് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എ ലോണ്ടറി ബിസിനസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോട്ടൽസ് അല്ലെങ്കിൽ ഹോസ്റ്റൽസ്. അതായത് ഒരു ലോണ്ടറി ബിസിനസിന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? അതായത് പുറത്തുനിന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ സമയം കുറവുള്ള ആളുകൾ, അല്ലെങ്കിൽ വീടും അല്ലെങ്കിൽ മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ. ഇതുപോലെയുള്ള ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ മൂന്നെണ്ണത്തിന് പരിസരത്താണ് അല്ലേ. അപ്പൊ ഇതിന് പരിസരത്തായിട്ട് ഒരു ലോണ്ടറി ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനോട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും നിങ്ങളുടെ ബിസിനസിനെയും നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഒരു ടൈപ്പ് കൂടി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോണ്ടറി ബിസിനസ് എന്ന് പറയുന്ന സാധനം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ള 5 ബിസിനസ് നിങ്ങൾക്ക് 2026 ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം ഓൾറെഡി മാർക്കിലുള്ള ബിസിനസ്സുകൾ തന്നെയാണ്. ഇതിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നാൽ മാത്രം മതി. സോ അപ്പൊ ഇതുപോലെയുള്ള പുതിയ ബിസിനസ് റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് എന്ത് ചെയ്യുക, ഈ പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.